എല്ലാവർക്കും ആദം സേറ വ്ളോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. രാവിലെ പോയി ചൂട വാങ്ങിച്ച്. ചൂടെന്നും എന്താ കൊഴുവെന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങളിവിടെ ചൂടെന്ന് പറയും. 1 കിലോ 340 രൂപ. മത്തി വാങ്ങാൻ ചെന്നപ്പോഴത്തേക്ക് മത്തിക്കാണെങ്കിൽ 320, അയിലയ്ക്ക് 300 രൂപയുണ്ട്. എല്ലാത്തിനും ഭയങ്കര വില. പിന്നെ ഇത് ശകലം വാങ്ങിച്ച് വറക്കാൻ, ഇത് കുറേ നാളായി വാങ്ങിച്ച് വറുത്തിട്ട് ഇത് വറക്കാൻ പോവാം. എല്ലാം വെട്ടി എല്ലാം റെഡിയാക്കി. ഇതൊന്നും കഴുകണേ, കഴുകട്ടെ. ഒന്നുകൂടെ കഴുകിയാൽ മതി. അതിന് ശേഷം വറക്കാൻ വേണ്ടി റെഡിയാക്കാം. അര കിലോ വാങ്ങിച്ച്. ഇത് 170 രൂപ. 170 രൂപയുടെ മീനാണ്. എല്ലാ മീനും ഭയങ്കര വിലയാണ്. കഴിഞ്ഞ് ഇനിയേ ഇതൊന്ന് റെഡിയാക്കട്ടെ, മസാലയെല്ലാം ഇട്ട്. അതിന് മുമ്പേ നല്ല വലിയ ചൂടയില്ല, അപ്പോൾ ചെറുതായിട്ട് ഇവിടെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ ചൂടെ നല്ല മസാലയൊക്കെ നല്ല പിടിക്കും. ഒരു ദിവസം ഇത് വാങ്ങിച്ച് പറ്റിക്കണം, തേങ്ങ പീരയൊക്കെ ഇട്ട്. ഇനി വരഞ്ഞ് റെഡിയാക്കട്ടെ. മീൻ മൊത്തം വരഞ്ഞ് റെഡിയാക്കി. ഇനി മസാല വരട്ടെ. എല്ലാം വരഞ്ഞ് റെഡിയാക്കി. ഇനി മസാല വരണ്ട വേണ്ട. കഴിഞ്ഞ ദിവസത്തെ ഒരു ശകല ഇരിപ്പുണ്ട്. ഇനിയേ ആവശ്യത്തിനുള്ള മുളക് പൊടിയൊക്കെ ഇട്ടെ. മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടെ കേട്ടെ. മുളക് പൊടി, മുളക് പൊടി ഇട്ട് ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കട്ടെ. ഇനി ശകലം മല്ലിപ്പൊടി ഇട്ട് ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി ഉപ്പ്, പാകത്തിന് ഉപ്പ് ഇട്ടെ. പാകത്തിന് ഉപ്പ് ഇട്ട് ഇനിയേ നല്ലോണം ഇളക്കട്ടെ. ഓക്കെ. ഒരു ശകലോടെ വെള്ളം ഒഴിച്ച് ലൂസാക്കാം. ചൂടെ ലൂസാക്കാം. ഓക്കെ, നല്ലോണം ലൂസാക്കി. ഓക്കെ, ഇനിയേ മീനെടുത്തിടാം. ഇങ്ങനെ പോയാൽ എങ്ങനെ ജീവിക്കുമെന്നാ? എന്നാ വില എല്ലാത്തിനും. ഇറച്ചി വാങ്ങാൻ വയ്യ, മീൻ വാങ്ങാൻ വയ്യ, എല്ലാത്തിനും ഭയങ്കര വില. ഓക്കെ, 170 രൂപയുടെ മീൻ. ഈ മൊത്തം എടുത്തിട്ട്, പക്ഷെ ഒരു കാര്യം മാത്രം ഇടാൻ മറന്നുപോയി. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതുകൂടെ ചാർജ് ചെയ്യട്ടെ. പക്ഷെ നേരത്തെ ഇടണ്ടായിരുന്നു, അങ്ങ് മറന്നുപോയി. ബാക്കിയെല്ലാം ഇട്ട് ഇത് മാത്രം ഇടാൻ മറന്നുപോയി. അത് ഇട്ട് ഇനി ഒരു മീൻ വറക്കുന്നതിനും കൂടെ ഉള്ളതുണ്ട്, ശകലമുണ്ട്. ഇനി വന്നിട്ട് പോയി വേറെ വാങ്ങണം. ഇത്
ഇനി ഇത് നല്ലോണം ഇളക്കട്ടെ. അങ്ങനെ മീൻ നല്ല വറക്കാൻ വേണ്ടി എല്ലാം പുരട്ടി വെച്ചു. ഇനി ഒരു അരമണിക്കൂർ ഇത് ഫ്രിഡ്ജകത്തോട്ട് വെച്ചിട്ട് വരാം. എന്നിട്ട് എടുത്ത് വറക്കാം. ഓക്കെ. ഇവിടെ ഇരിക്കട്ടെ അരമണിക്കൂർ. എന്നിട്ടേ ബാക്കിയൊക്കെ റെഡി ആക്കട്ടെ. ഇനി ഈ പച്ചക്കറി ഒന്ന് റെഡിയാക്കണം. ഇതേ ബീറ്റ്റൂട്ടും ക്യാരറ്റും കൂടെ തോരൻ വെക്കാൻ പോകും. മീൻ വാങ്ങാൻ പോയപ്പോഴത്തേക്ക് ഇതോടെ വാങ്ങിച്ചു. ഇത്രയും കൂടെ 100 രൂപ. അന്ന് 100 പോട്ടെ, 75 രൂപ. 1/2 കിലോ ബീറ്റ്റൂട്ട്, 1/4 കിലോ ക്യാരറ്റ്, 1/4 കിലോ ക്യാരറ്റ്, പിന്നെ 100 ഗ്രാം പച്ചമുളക്. ഇത്രയും കൂടെ ഈ 3 കൂടെ 75 രൂപ. പിന്നെ തേങ്ങ വേറെ, തേങ്ങയ്ക്ക് 15 രൂപ. 85 90 രൂപയുടെ സാധനം ഇത്. ഇത് തോരൻ അരിഞ്ഞ് റെഡിയാക്കണം. ഇനി ബീറ്റ്റൂട്ടും ക്യാരറ്റും കൂടെ തോരൻ. പൂച്ച പുറത്തൊന്നും കരയുന്നു, നോക്കിയിട്ട് വരട്ടെ. എന്നാടാ കരയുന്നത്? എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നത്? ഞാൻ മുമ്പേ ആ മീൻ വാങ്ങാൻ പോയപ്പോൾ നിനക്ക് മീൻതല കൊണ്ടുവന്ന് തന്നതല്ലേ? അതെല്ലാം കൂടെ തിന്നിട്ട് എന്തിനാ ഇപ്പോഴും കരയുന്നേ? അതുകൊണ്ട് അടുത്ത ആളും വന്നു. കരയൊന്നും വേണ്ട, കരയണ്ട. വിശന്നിട്ടാണോ? വിശന്നിട്ടാണെങ്കിൽ മുമ്പേ ഇന്ന് മീൻതലയൊക്കെ എന്നാ ഇത്ര പെട്ടെന്ന് ചോദിച്ചു പോയോ? ഒരു കഷ്ടിച്ച് 1 മണിക്കൂറേ ആയിട്ടുള്ളൂ ആ മീൻതല തിന്നിട്ട്. വേണ്ട, ഇതിൽ പുതിയ കുഞ്ഞുങ്ങളാണ്. വേണ്ട, 1 2 ഉള്ളൂ. കറുപ്പും വെള്ളയും കൂടെ ചേർന്ന്. ഇത് കറുപ്പും വെള്ളയും പിന്നെ ഒരു ചെറിയൊരു മഞ്ഞ കളറുള്ള. വാ, ഇനി വാ. തണുപ്പാ അവിടെ, വേണ്ട അവിടെയൊക്കെ. വാ ഇങ്ങ്. ഞാൻ ആ മീൻ വറുത്തിട്ട് ചോറ് തരാം. ആ നടക്ക്, മാറ്. എല്ലാവരും മാറും. എന്നാടാ നിനക്കൊന്നും പേടിയില്ലേ? ഇതിന് മുമ്പത്തുണ്ടായിരുന്നോണ്ടെ അതൊക്കെ എത്ര ദിവസം അവിടെ കയറിപ്പോന്നു. കയറണ്ട ചവിട്ടിഞ്ഞ്. അപ്പോൾ നോട്ടം കണ്ടില്ലേ? എന്നാണ് ഉണ്ടക്കണ നോക്കുന്നത്? കറുത്ത കരിക്കട്ട ഉണക്കിക്കാൻ. മറ്റേത് എങ്ങാണ്ട് ഇറങ്ങാൻ പോയി. തീറ്റയിലാണ്, മത്തിത്തലയാണ്, മീൻതലയാണ് തിന്നിട്ട്. അത് മത്തി, അയിലയുടെ എല്ലാത്തിനും തലയുണ്ടായിരുന്നു. പൊക്കോ. ഞാനേ മീൻ വറുത്തിട്ട് ചോറ് തരാം. കരയണ്ട കേട്ടോ. അതിനകത്ത് വെള്ളം ഇരിപ്പുണ്ട്, വേണമെങ്കിൽ കുടിച്ചോ. പെട്ടെന്ന് മീൻ വറുത്തിട്ട് കൊണ്ട് ചോറ് കൊണ്ട് തരാം കേട്ടോ. അവിടെ ഇരുന്നു, കരയണ്ട. ഇനി ഇതെല്ലാം കൂടെ അരിഞ്ഞ് റെഡിയാക്കണം. ഇത് ഉച്ചക്കത്തേക്കേ ഉള്ളൂ. ഇത് ഉച്ചക്കത്തേക്ക് ഇനി ഉച്ചക്കത്തെ കഴിച്ച് കഴിഞ്ഞേ റെഡിയാക്കത്തുള്ളൂ. ഉച്ചക്കത്തേക്ക് കഴിക്കാൻ ശകലം കറി ഇരിപ്പുണ്ട്. വേണ്ട, ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ മെഴുക്കുവരട്ടി വെച്ചാൽ അത് ഉച്ചക്കത്തേക്ക് ശകലം ഇരിപ്പുണ്ട്. അപ്പം അത് കാരണം
ഇത് ഉച്ച കഴിഞ്ഞ് റെഡിയാക്കിയാൽ മതി. ശകലം മുളകും ഉള്ളിയും കൂടെ കുഴച്ച് കൊണ്ടിട്ട് അതിൻ്റെ കൂടെ ഇന്നലെ രാത്രി വെച്ചാൽ മതി, റെഡിയാക്കിയതാണ്. ഇനിയേ മീൻ വറക്കാൻ പോവുക. ഫ്രിഡ്ജിനകത്തു നിന്നേ മീൻ എടുത്തോണ്ട് വരട്ടെ, അപ്പോഴത്തേക്ക് ഇതങ്ങ് ചൂടാവും. ചൂടായേ, ഇനി എണ്ണ ഒഴിക്കട്ടെ. അയ്യോ, വെളിച്ചെണ്ണ തീർന്നു പോയി ഈശ്വര. ഉള്ള വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ മീനെടുത്ത് ഇടട്ടെ, എണ്ണ ഇവിടെ കഴിഞ്ഞ് ഇടാം. എണ്ണ ചൂടായി, ഇനിയേ മീനെടുത്തിടട്ടെ. യൂത്തിന്നേ വലുത് നോക്കിയെടുത്തിടാം. മീനേ ഇത് മീനകത്ത് വലുതെല്ലാം കൂടെ എടുത്ത് ഇട്ട് ഇനി അതിനകത്ത് ബാലൻസ് ഇത്രയും കൂടെ ഉണ്ട്. ഇതുകൂടെ നാളെ വല്ലതും എടുത്ത് വറക്കാം. ഇത് തീർന്നു കഴിയുമ്പോഴത്തേക്ക് ഓക്കെ, ഇത് നാളത്തേക്ക് വറക്കാൻ എടുക്കാം. ഈ ബാക്കി മീൻ ഇന്നത്തേക്കോ ഇത്രയും, പിന്നെ ഇത് നാളത്തേക്ക് എടുക്കാം. ഫ്രിഡ്ജാണ് അങ്ങോട്ട് വെച്ചേക്കാം. ഇത് അപ്പോഴത്തേക്ക് ശരട മൂത്തിട്ട് തിരിച്ചിടാം. ഇനിയേ മീനൊന്ന് തിരിച്ചിടട്ടെ. മീനെ തിരിച്ചിടട്ടെ. ഓക്കെ, തിരിച്ചിടാനാ പാട്. ഓക്കെ, മീൻ മൊത്തം തിരിച്ചിട്ട് ഇനി ആ സൈഡോടെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പോയി കഴിക്കാം. ഒരു സൈഡ് വെന്ത് തരണം വേണ്ട. എന്തായാലും എൻ്റെ മീൻ വറുത്തത് കഴിഞ്ഞേ വേണ്ട. എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദം സേറ വ്ളോഗ്സ്.